ഇപ്പം വലിയൊരു ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ. ഞാൻ എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഈ ടൂഫാൻ 1 മാസത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാക്കി എല്ലാം പെൻഡിങ്ങായി കേസുകൾ കംപ്ലീറ്റ് ഫുൾ ഫോഴ്സിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വാങ്ങുന്നവനെയാണ് പിടിക്കുന്നത്. എൻ്റെ ഒറിജിനിലേക്ക് പോകാൻ പറ്റുന്നില്ല പലപ്പോഴും. മനസ്സിലായി? ഇതിന് ഇങ്ങനൊരു ഇഷ്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിനെ അടിച്ചമർത്തുന്നതല്ല ശരി, സിസ്റ്റം റെഡിയാക്കി എടുക്കണം. മനസ്സിലായി? നൈറ്റ് ലൈഫ് റെഡിയാക്കി എടുക്കണം. സിസ്റ്റവും നൈറ്റ് ലൈഫും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ സെറ്റാണ്. അതിനെ ക്രമീകരിക്കുന്നു. അല്ലെങ്കിൽ അത് പത്രത്തിൽ ആരെങ്കിലും ഒരാൾ വഴി കിടന്നു, അല്ലെങ്കിൽ അടിച്ചു വീഡിയോ വരുന്നു, അത് വേണ്ടാന്ന് വെക്കുന്നു. ഇതെന്തോ പറഞ്ഞോ? എല്ലാ കാര്യത്തിനും ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ സെയിൽസിന് എടുക്കുന്ന പ്രോസസ്സ് പോലെ, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പോലെ, ഒരു സിനിമ പിടിക്കുന്ന ഒരു പ്രോസസ്സ് പോലെ. മോർ സ്റ്റോറീസിൻ്റെ വീഡിയോ ബോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് MS പ്രദീപ്. ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പല പ്രോഗ്രാമുകൾ വരുന്നു. അപ്പോൾ ഇത് വരുന്നതിന് മുന്നേ തന്നെ ഈ കൊച്ചിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയെ കുറച്ച് നേരത്തെ ഉറക്കാൻ പോലീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 8 മണി 9 മണിയാകുമ്പോഴത്തേനും എല്ലാവരും അകത്ത് കയറി പോവുക, ആരും രാത്രി പുറത്തിറങ്ങി നടക്കേണ്ട. പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവിടെ അടിയും പിടിയും നടക്കും. ഈ അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ കൊച്ചിയെ നമ്മൾ നേരത്തെ ഉറക്കുകയാണോ വേണ്ടത്, കൂടുതൽ സുരക്ഷിതമാക്കി കൊച്ചിയെ ഒരു നൈറ്റ് ലൈഫ് കൊടുക്കുകയാണോ വേണ്ടത്? എന്താണ് ഇത് ചെയ്യേണ്ടത്? ഇത് രണ്ടും നടത്തണം. മനസ്സിലല്ലോ? ഒരാളെ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണ്. നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകിൽ നൈറ്റ് ലൈഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ സിസ്റ്റം, ക്ലസ്റ്റർ ബേസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മനസ്സിലല്ലേ? ആ ക്ലസ്റ്ററിൽ പോലീസ് ബൂത്തുകൾ ഉണ്ടാവണം. ഇപ്പോൾ പനമ്പള്ളി നഗരം ഒരു ക്ലസ്റ്ററാണ്. ഇത്ര കിലോമീറ്റർ നൈറ്റ് ലൈഫ് വരുന്നു. ഫുഡ്, മ്യൂസിക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യണം. കാരണം ആളുകൾക്കൊരു വൈബ് വേണം. വൈബ് സിറ്റിയാണ്. നൈറ്റ് ലൈഫിന് വേണ്ടി പനമ്പള്ളി നഗരം വന്നു. ആ നൈറ്റ് ലൈഫ് പനമ്പള്ളി നഗരം ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ അവിടെ തുടക്കത്തിൽ പോലീസ് ബൂത്ത് ഉണ്ടാവണം, ഒടുക്കത്തിൽ പോലീസ് ബൂത്ത് ഉണ്ടാവണം. പോലീസിന് ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപം, അക്രമം അതുണ്ടാവാൻ പാടില്ല. ഈ തിരുവനന്തപുരം മാനവീയ വീതിയിൽ നൈറ്റ് ലൈഫ് ഉണ്ട്. അവിടെ ആദ്യമൊക്കെ അടിയും പിടിയും ബഹളവും സ്ഥിരം ഉണ്ടായിരുന്നു. അവിടെ ഒരു പോലീസ് ബൂത്ത് വന്നു. ഇപ്പം ആൾക്കാർ അത് പഠിച്ചു തുടങ്ങി. പഠിപ്പിക്കണം. അതായത് ഈ നൈറ്റ് ലൈഫ് നടക്കുന്നിടത്ത് മുഴുവൻ ക്യാമറ ആണ്. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ മുഴുവൻ യൂസ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ നൈറ്റ് ലൈഫ് നടക്കുന്ന റെസ്റ്റോറൻറ്റ്സുകൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുക്കണം. റെസ്റ്റോറൻറ്റുകളുടെ ബയോഡേറ്റകളെല്ലാം പരിശോധിക്കണം. റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ ഡേറ്റ പരിശോധിക്കണം. അവന്മാരുടെ പോലീസ് ക്ലിയറൻസ് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ എന്തൊക്കെ ആർട്ടാണ് നടത്തുന്നത് നോക്കണം. മനസ്സിലായി? അങ്ങനെ നമ്മൾ ക്ലസ്റ്റർ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ പുതുവൈപ്പിൻ ബീച്ച് അടിപൊളിയാണ് നൈറ്റ് ലൈഫ് ഉണ്ടാക്കാൻ. പുതുവൈപ്പിൻ ബീച്ച് എന്ന് പറയുന്ന സാധനം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, അങ്ങനെ അവിടുന്ന് ഡെവലപ്പ് അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പുതുവൈപ്പിൻ ബീച്ച് സീസൈഡ് എടുത്തൊരു 10 കിലോമീറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വെച്ചു. ഈ 10 കിലോമീറ്റർ എങ്ങനെ എൻജോയ് ചെയ്യണം, എന്തൊക്കെ ആണ് അവിടെ വിൽക്കേണ്ടത്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അവിടെ വരുന്ന ആളുകൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് മ്യൂസിഷ്യൻസ്, മ്യൂസിക്, ഡാൻസ്, ഏത് രീതിയിൽ സൗണ്ട് വെക്കണം ആളുകൾക്ക്, ഇതിനെല്ലാം ഒരു മാനദണ്ഡം ഉണ്ടാവണം. ഇതിനെല്ലാം ഒരു മാനദണ്ഡമുണ്ട്. അങ്ങനെ ആ ഒരു ക്ലസ്റ്ററിനെ ഒന്ന് ഡിവൈഡ് ചെയ്തേ. മനസ്സിലായില്ലേ? അവിടെ വരുമ്പം തൊട്ട് ഇൻ ആൻഡ് ഔട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ കാണാൻ കഴിയണം. മനസ്സിലായില്ലേ? ഒരാൾ മോശമായിട്ടുണ്ടായാൽ അതിനെ ഗുണദോഷിക്കുകയും അവരെ അടിക്കുകയും എടുക്കുമെന്നല്ല, ആ സ്പോട്ടിൽ ഫിക്സ് ചെയ്യണം ആദ്യമേ. ഇതെല്ലാം വിഷയങ്ങൾ വന്ന് മാധ്യമത്തിൽ മോശമായതിനു ശേഷം പോലീസ് ടേക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടല്ലോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവർക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലോ. ഇവർക്ക് ഇതിന്റെ പ്രോസസ്സിലൂടെ പോകുന്നില്ല. അതായത് ഒരു നൈറ്റ് ലൈഫ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയുന്നു, നൈറ്റ് ലൈഫ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സമയം ക്രമീകരിക്കുന്നു. അല്ലെങ്കിൽ അത് പത്രത്തിൽ ആരെങ്കിലും ഒരാൾ വഴി കിടന്നു, അല്ലെങ്കിൽ അടിച്ചു വീഡിയോ വരുന്നു, അത് വേണ്ടാന്ന് വെക്കുന്നു. ഇതെന്തോ പറഞ്ഞോ? എല്ലാ കാര്യത്തിനും ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ സെയിൽസിന് എടുക്കുന്ന പ്രോസസ്സ് പോലെ, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പോലെ, ഒരു സിനിമ പിടിക്കുന്ന ഒരു പ്രോസസ്സ് പോലെ. മനസ്സിലായി? ഒരു സിനിമയ്ക്ക് അതൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തില്ലേ? അതിന് മുമ്പ് ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്, സിനിമയുണ്ട്, കഥാപാത്രം എങ്ങനെ വരണം എന്നൊക്കെ. അതുപോലെ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് അതിനകത്ത് ദർ ഇസ് എ പ്രോസസ്സ്. ആ പ്രോസസ്സിനനുസരിച്ച് പോയാൽ ഇത് അവിടെ ഇല്ല. ഈ പ്രോസസ്സിലൂടെ പോകുന്നില്ല. സ്വിച്ച് ചെയ്യുന്നു. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോൾ കട്ട് ചെയ്യുന്നു. അതല്ല 24/7 24 hours വേണം. ഞാൻ പറയുന്നത് ഒരു കൊച്ചിയിൽ തന്നെ ഒരു 3 ക്ലസ്റ്ററായിട്ട് തിരിക്കും. അല്ലെങ്കിൽ കാക്കനാട് ഒരു നൈറ്റ് ലൈഫ് ഏരിയ, അത് ഇവിടെ വേണം. ഓക്കെ, ഇൻഫോ പാർക്കിന് ഫ്രണ്ടിലാണെങ്കിൽ ഇൻഫോ പാർക്കിന് ഫ്രണ്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, അവിടെ എത്ര ഷോപ്പുകൾ വേണം, ആ ഷോപ്പുകൾ ഏത് മാനദണ്ഡത്തിൽ പ്രവർത്തിക്കണം, അവിടെ വേറെ എന്തൊക്കെയാണ് വൈബിന് വരേണ്ടത്, ലൈറ്റിങ്സ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, മറൈൻ ഡ്രൈവ്. ഓക്കെ, മറൈൻ ഡ്രൈവിൽ എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, പനമ്പള്ളി നഗരം എങ്ങനെ വേണം, അങ്ങനെ ബീച്ച് സൈഡ് ഇനി വേണം, ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചി എങ്ങനെ, 4 സ്ഥലം വെച്ച് ഈ 4 സ്ഥലത്തിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അവിടെ പോലീസുമായിട്ടിരിക്കണം, എല്ലാവരുമായിട്ടിരിക്കണം, കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സുമായിട്ടിരിക്കണം. അത് ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അവിടെ വന്നാൽ ആളുകൾക്ക്
കാം ആൻഡ് ക്വയറ്റ്. ഇത് എൻജോയ് ചെയ്യാൻ പറ്റണം. രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ പോയി 4 മണിക്ക് ഇറങ്ങുന്നവൻ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു, 4 മണിക്ക് ഇറങ്ങുന്ന ലേഡീസിനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു, അവരെ ട്യൂൺ ചെയ്യാൻ വേണ്ടി മറ്റ് ആണുങ്ങളോട് വട്ടം കൂടുന്നു, അവരെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതിനൊരു പോസിറ്റീവ് രീതി വരാത്തതുകൊണ്ടാണ്, അതിനൊരു പ്രോസസ്സ് വരാത്തതുകൊണ്ടാണ്, അതിനൊരു മെസ്സേജ് തെറ്റിപ്പോയി. ഈ നൈറ്റ് ലൈഫിൻ്റെ മെസ്സേജ് തെറ്റിപ്പോയി. നൈറ്റ് ലൈഫിൻ്റെ നല്ല മെസ്സേജ് ഉണ്ടാക്കിയെടുക്കണം. 24/7 വർക്ക് ചെയ്യുന്ന വൈറ്റിലെ ഒരു ചായക്കടയുണ്ട്. അവിടെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസം 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു 4 രാത്രിയിൽ അടി നടക്കും. ഇപ്പം നമ്മുടെ പക്ഷേ 4 രാത്രിയിൽ അടി നടക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ പേരിൽ ഇത് പൂട്ടണമെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. പൂട്ടണമെന്ന് പറയുന്ന ആളുകൾ. ഇതാണ് ഇതിന്റെ കുഴപ്പമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഈ 361 ദിവസം പ്രശ്നങ്ങളില്ല. 4 ദിവസം ആരെങ്കിലും വന്ന് 2 അടി ഉണ്ടാക്കും. നമ്മൾ ഈ കൊച്ചി മൊത്തത്തിലൊരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പ്രായോഗികപരമായ ബുദ്ധിമുട്ടുണ്ട്. കൊച്ചിയുടെ ഫോഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ട്. ക്ലസ്റ്റർ തിരിച്ചാണെങ്കിൽ ആ ഫോഴ്സ് ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഏത് ഏരിയ വേണം ഏത് ഏരിയ വേണ്ട നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലല്ലേ? ചിലയിടത്ത് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്റ്റർബൻസ് വരുന്ന ഏരിയയിലൊന്നും വേണ്ടാതിരിക്കുന്നത് നല്ലത്. മനസ്സിലല്ലേ? കംപ്ലീറ്റ്ലി ഇപ്പോൾ വേണ്ടാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ വേണ്ടുന്ന ആ ഏരിയയിലേക്ക് പോയിക്കോട്ടെ. ഫോർട്ട് കൊച്ചി ഒരു റൈറ്റ് പ്ലേസ് ആണ് ഫോർട്ട് കൊച്ചി സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ഹൈ വൈബ് ഏരിയ ആണ് ഫോർട്ട് കൊച്ചി സംബന്ധിച്ചിടത്തോളം. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ ഒത്തിരി നൈറ്റ് ട്രാഫിക് വളരെ കുറവാണ്. പോയി എൻജോയ് ചെയ്തിട്ട് വരാം, പല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പം ബീച്ച് സൈഡിൽ നൈറ്റിലിരുന്ന് കാരണം ഇവിടെ റിലാക്സേഷൻ വേണമല്ലോ. മനുഷ്യൻ ജീവിക്കുവാണല്ലോ, ഈ ഭൂമി ജീവിക്കുവാണല്ലോ. അവരുടെ മൈൻഡ് ഇസ് ഹൈലി സ്ട്രെസ്ഡ് ആയിട്ട്. MG റോഡ് ഒരു പറ്റിയ ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ? MG റോഡ് അതിന് പറ്റിയ ഏരിയ ആണോ എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. മറൈൻ ഡ്രൈവ് പറ്റിയ ഏരിയ ആണ്. മറൈൻ ഡ്രൈവ് പുതുവൈപ്പിൻ ബെസ്റ്റ് ഏരിയ ആണ്. പുതുവൈപ്പിനാണ് ഏറ്റവും പുതുവൈപ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഏരിയയാണ്. മനസ്സിലായി? ഒരു നേച്ചർ ഫ്രണ്ട്ലി ഏരിയ ആണ്. അടുത്ത ഡെവലപ്മെന്റ് പുതുവൈപ്പിലേക്ക് ആയിരിക്കും. ബീച്ച് സൈഡ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഞാൻ മനസ്സിലാക്കും. ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അവിടെ. ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ പൊതുവെ ആളുകൾ നിറയുവാണ് ഞായറാഴ്ച ദിവസമൊക്കെ. ഒരു ഫെസിലിറ്റീസ് ഒന്നും ഗവൺമെന്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? കാക്കനാട് നൈറ്റ് ലൈഫിനെ പറ്റിയൊരു സ്ഥലമുണ്ടോ? കാക്കനാട് ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം കടമ്പയാർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. കടമ്പയാർ ടൂറിസം വലിയൊരു കണക്ടിവിറ്റി ആണല്ലോ. കടമ്പയാർ എന്ന് പറയുമ്പോൾ ഫേസ് 3ലേക്ക് പോകുമ്പോൾ കടമ്പയാറിൻ്റെ സൈഡാണ് വരുന്നത്. ഇത് തമ്മിൽ ക്ലബ്ബായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എടുത്താലേ കറക്റ്റുള്ളൂ. മനസ്സിലായി? കടമ്പയാറിൻ്റെ ഒഴുക്ക് വരുന്ന സ്ഥലം ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നുണ്ടല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ മുനിസിപ്പാലിറ്റി ആണോ ബഡ്ജറ്റിൽ 5 CR വെച്ചിട്ട് അതിൻ്റെ നവീകരണമൊക്കെ വെച്ചിരുന്നു. മനസ്സിലായി? സൈഡൊക്കെ കിട്ടിയിരുന്നു, പൂർത്തീകരിച്ചൊന്നും അറിയത്തില്ല. കൊട്ടവഞ്ചി സവാരിയും അതും ഇതൊക്കെ ബേസ് ചെയ്ത്. അപ്പം യഥാർത്ഥത്തിൽ ചെറിയൊരു കായൽ ഷിപ്പിംഗ് ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം പുറത്തെ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചെറിയ കനാലിൽ പോലും ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, നൈറ്റ് ഒരുക്കിയിട്ട ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയുള്ളൊരു വൈബ് പ്ലേസാണ് കാക്കനാട് ഡെവലപ്പ് ചെയ്തെടുത്താൽ. പക്ഷേ അതൊരു പ്രദീപ് പറയുന്നത് നൈറ്റ് ലൈഫ് കൊച്ചിയിൽ വേണം, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറിക്കഴിയും. കാരണം ഫ്യൂച്ചറിൽ അതുണ്ടാവും. അത് പല കാരണങ്ങളാണ്. സിസ്റ്റം തയ്യാറാവണം. ആ സിസ്റ്റത്തിൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായി? അതിനകത്ത് പല സെക്ടറുകൾ ഒന്നിച്ചിരിക്കണം. പല സെക്ടറുകൾ. ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മാത്രം വിചാരിച്ചാൽ ഇവിടുത്തെ കച്ചവടം തക്കാലം 2 മാസത്തിന് കുറയ്ക്കാൻ പറ്റും. തക്കാലം ഇവരിപ്പോൾ അങ്ങ് ഒതുങ്ങും, വീണ്ടും വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗികപരമെന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ ഇത് കീഴ്പ്പെടുത്തരുത്. കാരണം അവരറിയാതെ ഇതിനകത്തേക്ക് വരുവാണ്. അറിയാതെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. മനസ്സിലായില്ലേ? അവർ അറിഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാക്കി ബോധിപ്പിച്ചുകൊണ്ട് ഒരുത്തൻ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അവൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഉപയോഗിക്കും. അതെ, മനസ്സിലായില്ലേ? അവനിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാതെ ഇതിലേക്ക് കീഴ്പ്പെട്ട് പോകുമ്പോൾ അവൻ്റെ ലൈഫിനെ നമ്മൾ കാർന്ന് തിന്നുവാണ് ഈ റാക്കറ്റ്. മനസ്സിലായില്ലേ? അത് സ്കൂൾ തലത്തിൽ തൊട്ട് വീണ്ടും ശക്തമാവണം. മനസ്സിലായില്ലേ? സിലബസിൽ ഉൾപ്പെടെ ശക്തമാണ്. സിലബസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കരുത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഡ്രഗ് മാഫിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും കൊച്ചിയിൽ. ഞാൻ ഈ 2012-13 ഈ ലഹരി വിരുദ്ധ സെമിനാറുകൾ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്കൂളിലും നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ട കൊല്ലം ജില്ലയിലൊക്കെ ഞാൻ തീർത്ത് ലഹരി വിരുദ്ധ സെമിനാറുകൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കേസ് പിന്നീട് മനസ്സിലാക്കി. നമ്മൾ ലഹരിക്കെതിരെ സെമിനാറുകൾ നടത്തിയതുകൊണ്ടോ, നമുക്ക് ലഹരിക്കെതിരെ തിയേറ്ററിൽ പരസ്യം ചെയ്തതുകൊണ്ടോ, ഈ പരസ്യത്തിന് പറയുന്ന ആഡ് ചെയ്യുന്നവന് തന്നെ 2 അടിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ചെയ്യുന്നത് കൊണ്ടോ ഇതിന് കുറവ് വരുന്നില്ല. കാരണം അവർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന് ഇത്ര ശതമാനം ഇതിൻ്റെ ക്യാമ്പയിന് വേണ്ടി ചിലവഴിക്കണമെന്നുണ്ട്, അവരെ ചിലവഴിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല അതിൻ്റെ കാരണം. റിയൽ റൂട്ട് എന്ന് പറയുന്നത് ആളുകൾ എന്തിനു പോകുന്നു എന്നത് മനസ്സിലാക്കണം. മനസ്സിലായി? പാഷൻ ഓറിയൻറ്റഡ് ആളുകളിൽ പോലും എക്സ്ട്രാ മോട്ടീവിന് വേണ്ടി ഇത് ചെയ്യുവാണ്.
ഒന്നുമില്ല കട്ടിയുണ്ട്. ഒന്ന് കൺക്ലൂഡ് ചെയ്തു എങ്ങനെ നൈറ്റ് ലൈഫ് കൊച്ചിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് കൺക്ലൂഡ് ചെയ്തു. യെസ്. അപ്പോൾ നൈറ്റിൽ ഈ ഞാൻ പറഞ്ഞത് പാഷൻ ഓറിയൻറ്റഡ് ആളുകൾ പോലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതിനെ വേറെ ഇറക്കണമെങ്കിൽ സ്കൂൾ തലത്തിൽ ഫിക്സ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം ഈ മയക്കുമരുന്നും അടി പിടി അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഉപദ്രവം ഇതിനെ ബേസ് ചെയ്ത് നൈറ്റ് ലൈഫ് ഒഴിവാക്കാൻ പറ്റില്ല. സിസ്റ്റത്തിൻ്റെ ഇഷ്യൂസാണ്. പൂർണ്ണമായും ക്ലസ്റ്റർ തിരിച്ച് നമ്മുടെ കൊച്ചിക്ക് എവിടെയൊക്കെ വേണം, ഇത് ഏതൊക്കെ ജനറേഷനിലുള്ള ആളുകളാണ് ഇത് എൻജോയ് ചെയ്യുന്നത്, ഫാമിലിക്ക് എവിടെയൊക്കെ ഏതൊക്കെ രീതി വരാൻ പറ്റും, അവരുടെ മാനദണ്ഡം, അവരുടെ സേഫ്റ്റി എങ്ങനെ പരിഗണിക്കാൻ പറ്റും, ചെറുപ്പക്കാർക്ക് അത് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ എൻജോയ്മെൻ്റാണ് അവിടെ ഉള്ളത്, മനസ്സിലായില്ലേ? നൈറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കുകൾ, ബാൻഡുകൾ, അതിന് അഗ്രസീവ് വേണോ നോൺ അഗ്രസീവ് വേണോ? അഗ്രസീവ് ആകുമ്പോൾ അയൽവക്കക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇപ്പോൾ പുതുവൈപ്പിൻ ബീച്ചൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ഒരു വോളിയം മ്യൂസിക്കൊക്കെ വന്നെന്ന് പറഞ്ഞ ഇഷ്യൂസുള്ള കേസൊന്നുമല്ല. ബീച്ച് സൈഡാണെന്നല്ലോ. ബീച്ച് ടൂറിസത്തിന് ഭയങ്കര സ്കോപ്പുള്ളൊരു ഏരിയ ആണല്ലേ, മനസ്സിലല്ലേ? ചുറ്റുകൊണ്ടുന്ന ആളുകൾക്ക് താമസം കുറവാണ്. പക്ഷേ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ചെയ്യാൻ പാടില്ല. ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നൈറ്റ് ലൈഫ്. ഒന്ന് പോയിരുന്ന് സംസാരിക്കാൻ, പനമ്പള്ളി നഗർ ഒന്ന് പോയിരുന്ന് സംസാരിക്കാൻ, രാത്രി കുറേ നേരം വർത്തമാനം പറയാൻ, അല്ലെങ്കിൽ പകൽ നടന്നിട്ടുള്ള സ്ട്രെസ്സ് ഒരു ഭർത്താവിനെ ഭാര്യയോട് സംസാരിക്കാൻ, സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങൾ ഇരുന്ന് പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിക്കാൻ, ഇതിനുള്ള അവസരം ഉണ്ടാവണം. ഇതിനുള്ള അവസരം സ്പേസ് ഉണ്ടാവണം. വീടിന് പുറത്തൊരു സ്പേസ് ഉണ്ടാവണം. വേണ്ടേ? വേണം. അതിനു വേണ്ടി നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി നൈറ്റ് ലൈഫ് വേണം. ഇപ്പം വലിയൊരു ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ. ഞാൻ എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഈ ടൂഫാൻ ഒരു മാസത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാക്കി എല്ലാം പെൻഡിങ് ആയി കേസുകൾ കംപ്ലീറ്റ്. ഫുൾ ഫോഴ്സിനാണ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്. ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വാങ്ങുന്നവനെയാണ് പിടിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനിലേക്ക് പോകാൻ പറ്റുന്നില്ല പലപ്പോഴും, മനസ്സിലായില്ലേ? എപ്പോഴും മനസ്സിലായി ഇതിൻ്റെ വേറെ ഇറക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒറിജിനിലേക്ക് പോകണം, മനസ്സിലായില്ലേ? ഇത് വലിയ അപകടമാണ്. ഈ അപകടത്തിലേക്ക് എത്തുന്നതിന് ഇതിൻ്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് എവിടുന്ന് എന്താണ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു കൾച്ചർ വരാൻ സാധ്യതയുള്ളത്, മനസ്സിലായി? ഇപ്പം ജപ്പാനിൽ നൈറ്റ് ലൈഫ് ഉണ്ട്, മനസ്സിലായില്ലേ? അവിടെ ഒരു ഇഷ്യൂസും ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂസൊന്നും ഇല്ലല്ലോ. കാരണം അവിടെ വളർന്നു നിന്നിരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. പക്ഷെ പല അടുത്ത നൈറ്റ് ലൈഫ്, പക്ഷെ നമുക്ക് നൈറ്റ് ലൈഫ് വേണം താനും. ഇതിന് ഇങ്ങനൊരു ഇഷ്യൂസ് വരുന്നു എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിനെ അടിച്ചമർത്തുന്നതല്ല ശരി, സിസ്റ്റം റെഡിയാക്കി എടുക്കണം, മനസ്സിലായി? നൈറ്റ് ലൈഫ് റെഡിയാക്കി എടുക്കണം. സിസ്റ്റവും നൈറ്റ് ലൈഫും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ സെറ്റാവണം. അതിന് ഒന്നാമത്തെ കേസ് എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കണം. നമ്മുടെ സ്കൂളും ആഭ്യന്തരവും തമ്മിൽ കണക്റ്റ് ആവണം. ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്. സ്കൂളും ആഭ്യന്തരവും തമ്മിൽ കണക്റ്റ് ആവണം. ഒരു സ്കൂളിൽ നമുക്ക് പോലീസിൻ്റെ കേഡറ്റുകൾ ഇതിൻ്റെ രഹസ്യങ്ങൾ പറയാനും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അവർ കുട്ടികളെ ടീച്ച് ചെയ്യണം. അവരാണ് കുട്ടികളെ ടീച്ച് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് മാറും. നമ്മൾ അവരെ ഉപദേശിക്കാനും ഗൈഡ് ചെയ്യാനും ശ്രമിക്കും. അവരുടെ ജനറേഷനിലുള്ള ആളുകൾ പറയുമ്പോൾ അവർ ഇച്ചിരി കൂടി കേൾക്കും, കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിങ് കേരളത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ സബ്ജക്റ്റ്, സെയിം സബ്ജക്റ്റ്, മനസ്സിലായില്ല? ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ പറയണം എന്നുള്ളത്. സ്കൂളുകളിൽ ഇതിൻ്റെ ഒരു കേഡറ്റ് വിങ് ഉണ്ടാവണം കംപ്ലീറ്റ്ലി. ഈ സ്കൂളിൽ നിന്ന് തുടങ്ങണം. ഇവിടെ രണ്ടാമത്തെ കേസ്, കേരളത്തിൽ ഏതെങ്കിലും സ്കൂളുകളിൽ കളിസ്ഥലത്ത് കൊണ്ട് വണ്ടി ഇടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? ഒരു കാരണവശാലും സ്കൂളിൽ അനുവദിക്കരുത്. അവരുടെ ഡ്രിൽ പീരീഡ് 2 പീരീഡ് ആണെങ്കിൽ അത് 4 3 ആക്കി കൊടുക്കണം. അവരെ ഫിസിക്കലി ട്രെയിൻ ചെയ്യിപ്പിക്കണം. എല്ലാവരും ഫിസിക്കലി ട്രെയിൻ ചെയ്യിപ്പിക്കണം, മനസ്സിലായില്ലേ? അതായത് 2 കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കില്ല്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. ഈ 3 എണ്ണത്തിലാണ് ഇനി നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ? ആളുകളിലെ ഒന്നെന്ന് വെച്ചാൽ ഇത് 2 നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റും. വളരെ നല്ല സ്കിൽപ്പുള്ള പേഴ്സണാലിറ്റി വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ റോബോട്ടിക്സ് തുടങ്ങണം. ഇനിയുള്ള കാലത്ത് റോബോട്ടിക്സ് ചെറിയ ടോയ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തുടങ്ങണം, സിലബസിൻ്റെ പാർട്ടാക്കണം. ഇങ്ങനെ കുട്ടികളെ വളർത്തിയെടുത്ത് നൈറ്റ് ലൈഫിൽ എങ്ങനെ ജീവിക്കണം അത് പഠിപ്പിക്കണം. അതായത് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് വരുമ്പോൾ തന്നെ ഒരു നല്ല സ്കിൽ ഓറിയൻറ്റഡ് പാഷൻ വരും. സ്ട്രെസ്സിനെ എങ്ങനെ റിലീസ് ചെയ്യാമെന്ന് പഠിക്കും. ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ പഠിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ഇഷ്ടങ്ങളുള്ള ആളുകളാവും, മനസ്സിലായില്ലേ? നല്ല പേഴ്സണാലിറ്റി ആവണം എന്നുള്ള ആഗ്രഹം വരും. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് പഠിപ്പിക്കണം. സ്കിൽ ഓറിയൻറ്റഡ് സ്പേസിൽ കൊണ്ട് വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നതും അവരെ വഴക്ക് പറയുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ മാറ്റണം, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റണം. ഡ്രില്ലിൻ്റെ കൂട്ടണം, പീരീഡുകൾ കൂട്ടണം, മനസ്സിലായില്ലേ? പേഴ്സണാലിറ്റിക്ക് വേണ്ടി മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ പഠിക്കണം, ലോകം കാണാൻ പഠിക്കണം, മനസ്സിലായി? ഇതൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തുന്ന ഒരു പഠന രീതി കൊണ്ടുവരണം. സ്കൂളിൽ തന്നെ ഇത് അറുത്ത് കളയണം. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജുകളിലും ഒന്നും എമാർക്ക് എത്താനേ സാധിക്കരുത്.
എത്താനേ സാധിക്കരുത്, മനസ്സിലായില്ലേ? ആ രീതിയിൽ പോലീസിന് പോയില്ലെങ്കിൽ പോലീസ് ഫോഴ്സിനെ വെച്ച് തീർക്കാൻ പറ്റുന്നൊരു കേസല്ല ഇത്, മനസ്സിലായി? അത്രയും പോലീസ് ഫോഴ്സ് ഇല്ല ഇതിനകത്ത് പോലും. പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ കേസുകൾ രജിസ്റ്റർ ചെയ്യും. അതായത് ഇത് നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ 5 ഇരട്ടി ഇവട്ട് രജിസ്റ്റർ ചെയ്യും. എല്ലാം ഉപഭോക്താക്കളായിരിക്കാം, മനസ്സിലല്ലേ? അതിനകത്ത് വേറെ അതിശയിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു MDMA ആയിട്ട് പിടിച്ച വിദ്യാർത്ഥിന്ന് പിടിച്ചു, അവനെ പരിശോധിച്ചു, അവൻ്റെ ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്ത് മെസ്സേജുകൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഹയർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ അവൻ്റെ കസ്റ്റമേഴ്സ്, കാലം പോകുന്ന പോക്ക്, മനസ്സിലല്ലേ? അവരൊന്നും ഉപയോഗിക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് നിർദ്ദേശിക്കാനൊന്നും പറ്റില്ല. ഇതെല്ലാം ഇമോഷണൽ ബാലൻസിങ്ങിൻ്റെയും ഔട്ട്പുട്ട് കൂടണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പ്രക്രിയകളാണ്. ഞാൻ ഇവരോട്ടെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം എനിക്ക് ഇച്ചിരി കൂടെ ഔട്ട്പുട്ട് കിട്ടും, ഇച്ചിരി കൂടെ ഇമോഷണൽ ബാലൻസ് കിട്ടും. അപ്പോൾ ഇതിനെ വേറെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അതിനെ ഈ കുട്ടികളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഈ രണ്ടും നടക്കണം.